കയ്യേറ്റക്കാർ CPM കൂടാരത്തിലോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിഥികളിലേക്ക് പോകും മുൻപ് സമരപ്പന്തലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക്. CR നീലകണ്ഠന്റെ ആരോഗ്യസ്ഥിതി മോശമായിരിക്കുന്നു. അദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായിരിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ് CR നീലകണ്ഠൻ. പക്ഷേ അദ്ദേഹം പലതവണ ഛർദ്ദിച്ചു. ആ അനാരോഗ്യമുണ്ടെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം തയ്യാറായി സന്നദ്ധനായി ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയതാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഛർദ്ദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശാരീരിക നില മോശമായി എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ജീവ് ടോം മാത്യു സമരപ്പന്തലിൽ നിന്ന്. ജീവ്, എന്താണ് CRന്റെ ശാരീരികാവസ്ഥ? ഇപ്പോൾ 4ാം പ്രാവശ്യമാണ് ഛർദ്ദിക്കുന്നത്. അദ്ദേഹത്തിന് ഇനിയും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെല്ലാം അദ്ദേഹത്തോട് പറയുന്നു. എന്നാൽ സമരവുമായി മുൻപോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. പോലീസ് എത്തി അദ്ദേഹത്തോട് ആശുപത്രിയിലേക്ക് നീങ്ങാൻ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അതിന് ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ നിന്ന് അദ്ദേഹത്തെ അത് കൊണ്ടുപോകണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. സമരം ശക്തമായി തന്നെ തുടരാൻ തന്നെ തീരുമാനിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ സഹപ്രവർത്തകർ നിർബന്ധപൂർവ്വം അദ്ദേഹത്തോട് ആശുപത്രിയിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ആവശ്യപ്പെട്ടു. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില പരിശോധിച്ചപ്പോൾ അദ്ദേഹം ക്ഷീണിതനാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നമ്മളോട് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നതാണ്. എന്നാൽ ആരോഗ്യനില എപ്രകാരമാകുമെന്ന് ആ സമയം അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. പോലീസ് വാഹനത്തിൽ കയറ്റി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികളാണ് പുരോഗമിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പോകാൻ എല്ലാവരും നിർദ്ദേശിച്ചെങ്കിലും തയ്യാറായിരുന്നില്ല. സമരം ശക്തമായി തന്നെ തുടരുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. സംഭവസ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തി അദ്ദേഹത്തോട് ആശുപത്രിയിലേക്ക് നീങ്ങണമെന്ന ആശുപത്രിയിൽ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ നിർദ്ദേശം കൂടി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് വഴി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ പൊമ്പിളയും ഒരുമയും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാരം തുടരുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശാരീരിക നില ഇന്ന് പല സമയങ്ങളിലായി വഷളായിരുന്നു. ആ ഘട്ടത്തിലൊക്കെ സമരം തുടരുക തന്നെ ചെയ്യും എന്നാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നത്. പോലീസും മെഡിക്കൽ സംഘവും പലകുറി ആശുപത്രിയിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം ആ നിർദ്ദേശം നിഷേധിച്ചുകൊണ്ട് സമരപ്പന്തലിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായിരിക്കുകയാണ്. പലതവണ CR നീലകണ്ഠൻ ഛർദ്ദിച്ചു. ഇപ്പോൾ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. CR നീലകണ്ഠൻ ആശുപത്രിയിലും നിരാഹാര സമരം തുടരുമോ എന്നത് അല്പസമയത്തിനകം ആം ആദ്മി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അറിയാൻ കഴിയും. ജീവ് ടോം മാത്യു ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അതിഥികളിലേക്ക് ശ്രീ A. സുരേഷ്, ഇവിടെ MM ലംബോദരൻ അദ്ദേഹത്തിനെതിരെ ഉയർന്നുവരുന്ന ആക്ഷേപങ്ങൾക്കെല്ലാം മറുപടി പറയാൻ ഈ ചർച്ചയിൽ സന്നിഹിതനായിരിക്കുകയാണ്. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുൻപ് സുരേഷ്, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. 1ാം മൂന്നാർ ദൗത്യം തട്ടി നിന്നത് MM ലംബോദരനിൽ ചെന്നാണ് എന്ന്. എന്തുകൊണ്ടാണ് ഒരു സർക്കാരിനേക്കാൾ വലിയ ആളായി MM ലംബോദരൻ ഇങ്ങനെ തിടം വെച്ച് അന്ന് മൂന്നാറിൽ വിലസിയത്? അത് താങ്കൾ ഈ ഫേസ്ബുക്കിലൂടെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശക്തി അന്നു മാത്രമല്ല ഇന്നും അതേപോലെ തന്നെ പ്രബലമായി ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ നിസ്സഹായത എന്തുകൊണ്ടാണ്? ശ്രീ വേണു, ഒരു കാര്യം കേൾക്കാമോ? കേൾക്കാം സുരേഷ്, പറഞ്ഞോളൂ. ഒരു കാര്യം വ്യക്തമായി പറയാൻ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 1ാം മൂന്നാർ ദൗത്യം 2007-ലായിരുന്നു. 2007-ലെ 1ാം മൂന്നാർ ദൗത്യത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി അവിടെ നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് ഏക്കർ ഭൂമി റിസോർട്ട് മാഫിയ കയ്യേറി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സന്ദർശനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS-ന് ഒരു കത്ത് കൊടുക്കുകയും ചെയ്യുന്നു. ആ കത്ത് പ്രകാരം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി സഖാവ് VS അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ സഖാവ് MM മണി ആശാനെ നേരിട്ട് ഫോൺ ചെയ്ത് വിളിക്കുന്നു. ഞാനവിടെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കയ്യേറ്റങ്ങൾ ഉണ്ട് എന്ന് ഉമ്മൻചാണ്ടി പറയുന്നു, എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്ന് പറയുന്നു. അപ്പോൾ മണിയാശാൻ പറഞ്ഞത് കുറേയൊക്കെ ഉണ്ട് സഖാവേ,
സഖാവിന് എപ്പോൾ വേണമെങ്കിലും വരാം എന്ന മറുപടിയാണ് അന്ന് ആശാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീയതി നിശ്ചയിക്കുകയും ആ തീയതി പ്രകാരം കയ്യേറ്റങ്ങൾ ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാണിച്ച എല്ലാ കയ്യേറ്റങ്ങളും മണി ആശാൻ VS-ൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ കയ്യേറ്റങ്ങൾ മുഴുവൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS സന്ദർശിക്കുകയും ആ കയ്യേറ്റങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് തുടക്കം. അതിനുശേഷം ഈ കയ്യേറ്റങ്ങൾ പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിക്കുമ്പോഴും സഖാവ് MM മണി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കയ്യേറ്റങ്ങളൊക്കെ കയ്യേറ്റങ്ങളാണെന്നും ഇത് റിസോർട്ട് മാഫിയും അതുപോലെ തന്നെ പല മാഫിയ സംഘങ്ങളും അവിടെ വന്ന് ഈ ഭൂമിയൊക്കെ സർക്കാർ ഭൂമിയൊക്കെ കയ്യേറിയിട്ടുണ്ട് എന്നും MM മണി ആശാൻ വിശദീകരിക്കുന്നു. ആ സമയത്താണ് ചൊക്രാമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 10-15 സെൻറ്റ് ഭൂമി കയ്യേറി അവിടെ എയർടെല്ലിൻ്റെയോ ഐഡിയയുടെയോ ടവർ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പാർട്ടി സഖാക്കളും പറഞ്ഞു ഇത് MM ലംബോദരൻ എന്ന് പറയുന്ന മണി ആശാൻ്റെ അനിയൻ്റെയും കൂടിയാണ് എന്ന് അവിടെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശാനോട് ചോദിക്കുമ്പോൾ ആശാൻ പറഞ്ഞു എനിക്കതിനെക്കുറിച്ച് അറിയില്ല, എൻ്റെ അനിയനാണ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയില്ല എന്ന് ഒരു അവ്യക്തമായ മറുപടി പറയുന്നു. ഇതാണ് അതിനുശേഷം ദൗത്യസംഘത്തെ നിയോഗിക്കുന്നു. ക്യാബിനറ്റ് തീരുമാനപ്രകാരം സുരേഷ് കുമാറിനെയും ഋഷിരാജ് സിംഗിനെയും അതുപോലെ തന്നെ അവിടുത്തെ രാജു നാരായണസ്വാമിയെയും കളക്ടറെയും കൂടി ഒരു ദൗത്യസംഘം. ഈ ദൗത്യസംഘം എന്ന് പറയുന്നത് കേവലം ഒരു ദൗത്യസംഘമല്ല. ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരം എൻക്രോച്ച്മെൻറ്റ് മുഴുവൻ പൊളിക്കാനും ആ ഭൂമി മുഴുവൻ സർക്കാരിലേക്ക് കണ്ടെടുക്കാനും വീണ്ടെടുക്കാനുമുള്ള ഒരു കൃത്യമായ ക്യാബിനറ്റ് ഓർഡർ പ്രകാരമാണ് ഈ ദൗത്യസംഘം ഉണ്ടായത്. അത് വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെയും ഒക്കെ ഒരു കോർഡിനേഷനോടുകൂടി കൃത്യമായി അവർക്ക് നേരിട്ട് ഇത് കൈകാര്യം ചെയ്യാനും ഇത് പൊളിച്ചെടുക്കാനും പിടിച്ചെടുക്കാനുമുള്ള അവകാശം അധികാരം കൊടുത്തിട്ടാണ് ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 98 കെട്ടിടങ്ങൾ ഒരു മാസം 28 ദിവസത്തെ ദൗത്യസംഘത്തിൻ്റെ പ്രവർത്തനത്തിന് ഒന്നാം ദൗത്യസംഘത്തിൻ്റെ പ്രവർത്തന പ്രകാരം 98 കെട്ടിടങ്ങളും അതിന് 16,000 ഏക്കർ ഭൂമിയാണ്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ BBC അന്ന് റിപ്പോർട്ട് ചെയ്തു, അരമണിക്കൂർ സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ പ്രോഗ്രാം പറയുന്നത് ഇത്രയും എൻക്രോച്ച്മെൻറ്റ് പൊളിച്ചെടുത്ത് വീണ്ടെടുക്കുക എന്നുള്ളത് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് BBC റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു, ഈ ദൗത്യസംഘത്തെ അഭിനന്ദിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തുന്നു, KPCC പ്രമേയം പാസാക്കുന്നു. ഇത്തരത്തിൽ വളരെ വ്യക്തമായും സുവ്യക്തമായും നടന്നിട്ടുള്ള ഒരു ദൗത്യസംഘത്തിൻ്റെ പ്രവർത്തനം ഒരു ഘട്ടത്തിൽ നിർത്തേണ്ടി വന്നു. ചില ആളുകളൊക്കെ വ്യാഖ്യാനിക്കുന്നത് എന്തോ CPIയുടെ ഒരു ചെറിയൊരു പാലം പൊളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു പാലം അത് പൊളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിന്നത് എന്ന്. പക്ഷേ അതിനുശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ പത്രക്കുറിപ്പിറക്കി. ഇതൊരു വ്യക്തിയുടെ നേട്ടമല്ല, കൂട്ടായ പാർട്ടി എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഈ കയ്യേറ്റങ്ങൾ മുഴുവൻ ഒഴിപ്പിച്ചതും അതുപോലെ തന്നെ പിടിച്ചെടുത്തതും പൊളിച്ചടുക്കിയതുമൊക്കെ ഒരു വ്യക്തിയുടെ നേട്ടമല്ല, മറിച്ച് പാർട്ടി ആകെ LDF ആകെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വ്യക്തമായി അന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്രക്കുറിപ്പിറക്കിയിരുന്നു. പത്രക്കാരെ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇതാണ് അതിൻ്റെ ചരിത്രം. പിന്നെ അത് ഇടയിൽ വെച്ച് നിന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടത്തിൽ ഈ ചൊക്രാമുടി മൊബൈൽ ടവർ പൊളിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം മണി ആശാൻ എന്ന് പറയുന്ന അന്നത്തെ ജില്ലാ സെക്രട്ടറിയുടെ നിലപാടിൽ വലിയ മാറ്റം വരുന്നു. ആ നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായാണ് ഒരു പക്ഷേ ഈ ദൗത്യത്തിന് പരാജയപ്പെടാനും സുരേഷ് കുമാറിൻ്റെ കാല് തല്ലിയൊടുക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാനുമൊക്കെ ഊർജ്ജവും ആവേശവും അദ്ദേഹത്തിന് കൊടുത്തത്. എന്ന് വെച്ചാൽ ലംബോദരന്റെ ഭൂമിയിലേക്ക് ദൗത്യസംഘം കടന്നപ്പോഴാണ് ഒന്നാം മൂന്നാർ ദൗത്യം പാളിയത്. അങ്ങനെയല്ലേ സുരേഷ്? തീർച്ചയായും. പക്ഷെ ഒരു സർക്കാരിന് ഒരു ജില്ലാ സെക്രട്ടറിയുടെ നാവിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുന്നുവെങ്കിൽ അങ്ങീ പറഞ്ഞ ക്യാബിനറ്റിന്റെ ശക്തി എന്തായിരുന്നു? ആ ക്യാബിനറ്റ് അംഗീകരിച്ചു കൊടുത്ത, പ്രതിപക്ഷം പ്രമേയം പാസാക്കി അംഗീകരിച്ച, അഭിനന്ദിച്ച ആ ദൗത്യസംഘത്തിന്റെ ശക്തി എന്തായിരുന്നു? നിങ്ങൾ എല്ലാവരും കൂടി തെളിയിച്ചത് MM മണിയുടെയും ലംബോദരന്റെയും ശക്തിയാണോ? സുരേഷ്, ചോദ്യം താങ്കളോട്. ഒരു കാര്യം വ്യക്തമാണ്, എന്തൊക്കെ നമ്മൾ സംസ്കൃതം പറഞ്ഞാലും ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ എന്തൊക്കെ സംസ്കൃതം പറഞ്ഞാലും LDF ഭരിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായി LDFന്റെ നയമാണ് നടപ്പിലാക്കേണ്ടത്. അതുപോലെ തന്നെ CPM ആണ് ഭരിക്കുന്ന കക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു കക്ഷി. ആ CPMന്റെ കമ്മിറ്റി നിർദ്ദേശം
നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഗവൺമെന്റിന്റെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ CPM സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ കണ്ടല്ലോ മൂന്നാർ വിഷയത്തെക്കുറിച്ച് CPM സംസ്ഥാന കമ്മിറ്റി എന്റെ ചോദ്യം ഇനി നേരിട്ടാണ്, ചോദ്യം നേരിട്ടാണ്. ഈ ഒന്നാം മൂന്നാർ ദൗത്യം പൊളിഞ്ഞു പോയപ്പോൾ ശക്തി തെളിയിച്ചത് അന്നത്തെ VS സർക്കാരായിരുന്നോ അതോ MM മണിയും MM ലംബോദരനുമായിരുന്നോ? അല്ല, അത് ഞാനതിന് കൃത്യമായും നേരിട്ടും അതിന് ഞാൻ മറുപടി പറയുന്നില്ല. അത് താങ്കൾക്കും ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാവും. ശരി ശരി, താങ്കളുടെ വാചകങ്ങളിൽ നിന്നതിന്റെ ധ്വനി മനസ്സിലാകും. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ MM ലംബോദരൻ, ഒരു സർക്കാരിന്റെ ദൗത്യം പൊളിച്ചെടുക്കാൻ തക്കവണ്ണം MM ലംബോദരന്റെ ശക്തി എന്താണ്? മറുപടി പറയാം. ശ്രീ MM ലംബോദരൻ, താങ്കൾ മറുപടി പറഞ്ഞോളൂ സാർ. അല്ല, എനിക്ക് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം പറയാനായിട്ടുള്ള അവസരമുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെ ഒരു അവസരം തരികയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ ചർച്ചയുമായിട്ട് സഹകരിക്കൂ. താങ്കൾ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അക്ഷമനാകരുത്. നമുക്ക് കുറച്ച് നേരമേ ഉള്ളൂ ഈ ചർച്ചാ പരിപാടി. അപ്പോൾ നമുക്ക് ചോദിച്ചും പറഞ്ഞു അങ്ങ് സഹകരിച്ചു പോകാമെന്നേ. ആദ്യം തന്നെ അക്ഷമ വേണ്ട. അല്ല, അക്ഷമയുടെ കാര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് മിസ്റ്റർ വേണു ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. അതിൽ അങ്ങേരിപ്പോൾ പറയുന്നത് ടവർ കമ്പനിക്ക് 15 സെൻറ്റിൻ്റെ ഒരു കഥയാണ് പറഞ്ഞത്. പക്ഷേ 2007 40 ഏക്കർ ടവർ കമ്പനിക്ക് കയ്യേറി വിറ്റ് 40 കോടി ഉണ്ടാക്കിയെന്നൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നിരുന്ന കാര്യം മിസ്റ്റർ വേണു മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, അത് മംഗളം ദിനപത്രത്തിലാണ് ആദ്യം ഈ ഒരു മലയുടെ ഫോട്ടോ തന്നെ കൊടുത്ത്, ഇപ്പോഴും ഞാൻ ആ പത്രം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വാർത്ത വന്നതിൻ്റെ ഏതാണ്ട് 2-3 ദിവസം കഴിഞ്ഞപ്പം മാതൃഭൂമി ദിനപത്രത്തിലാണ് Cloud9 റിസോർട്ടിനോടടുത്ത് 300 ഏക്കർ വരുന്ന സർക്കാർ ഭൂമി കയ്യേറി 300 കോടിക്ക് വിറ്റു എന്നുള്ള വാർത്ത വന്നു. അത് കഴിഞ്ഞാണ് ഗവൺമെൻറ് 105 ഹെക്ടർ സ്ഥലൻ്റെ 250 ഏക്കർ കയ്യേറി കള്ളപ്പട്ട ഉണ്ടാക്കിയെന്നുള്ള വാർത്തയാണ്. അങ്ങനെ പ്രധാനമായിട്ടും 3 ആരോപണങ്ങളാണ് എനിക്കെതിരെ വന്നത്. അതുകൊണ്ട് മിസ്റ്റർ വേണു പറയുന്നത് പോലെ 15 സെൻറ്റ് അല്ല 40 ഏക്കറിന് 40 കോടിക്ക് വിറ്റു എന്നുള്ള ആക്ഷേപം ഇപ്പം മിസ്റ്റർ വേണു മറച്ചു വെച്ചാലും അന്നത്തെ ചാനലുകാർക്കും മാധ്യമക്കാർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. ഈ വാർത്ത ആദ്യം പത്രത്തിൽ വന്നെങ്കിൽ പിന്നീട് ബഹുമാനപ്പെട്ട അന്നത്തെ ശ്രീമാൻ ഉമ്മൻചാണ്ടി അവരുടെ നേതൃത്വത്തിലാണ് ആദ്യം വരുന്നത്. അദ്ദേഹം വന്ന് 40 ഏക്കർ കയ്യേറി 40 കോടിക്ക് വിറ്റത് അങ്ങനെ സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞ് Cloud9 റിസോർട്ടിൻ്റെ അവിടുത്തെ 300 ഏക്കർ കയ്യേറിയതായിട്ട് പ്രഖ്യാപിച്ചു. അതും കഴിഞ്ഞാണ് 105 ഹെക്ടറിൻ്റെ കാര്യവും കൂടെ പറഞ്ഞു. ഈ സംഘം പോയതിന് തൊട്ട് പുറകെ അപ്പോൾ ഈ വാർത്തകൾ ഇങ്ങനെ പെരുമഴ പോലെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അനുഭവിച്ച മാനസിക പീഡനം എന്താണ് എന്ന് നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. ശരി ശരി, അങ്ങനെ വൈകാരികമായി കാണരുത്. ഈ ഘട്ടത്തിൽ കാലം കുറെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. ഈ കാലത്തിന് ശേഷം താങ്കൾക്കതെല്ലാം അഭിമുഖീകരിക്കാനുള്ള മനഃശക്തി ഉണ്ടായിട്ടുമുണ്ടാകും. ശ്രീ MM ലംബോദരൻ, സമയക്കുറവോട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങേക്ക് അക്ഷമ തോന്നരുത്. ഒരു നിമിഷം സാർ, ഒരു നിമിഷം സാർ, ഒരു നിമിഷം. 30/5/2007 FIR നമ്പർ 149/2007 എന്ന പേരിലൊരു കേസ് ശാന്തൻപാറ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പിന്നീട് അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. 139/7 എന്ന് പറഞ്ഞ് മറ്റൊരു FIR-ഉം ഉണ്ട്. ഇതിലെ പ്രതികൾ ആരാണ് സാർ? അതെങ്ങനെ എന്നോട് ചോദിച്ചാൽ ഞാൻ അറിയും? ഇതിലെ പ്രതികൾ താങ്കൾ അടക്കമുള്ളവരാണ്. നിങ്ങൾ തന്നെ പറയൂ ആരൊക്കെയായിരുന്നു? അതെ, അത് ആ കേസ് എത്ര ഏക്കർ കയ്യേറിയെന്നും പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. ഏക്കറിന്റെ കണക്ക് അവിടെ നിൽക്കട്ടെ സാർ. മൂന്നാർ ചിന്നക്കനാലിൽ 105 ഹെക്ടർ സർക്കാർ ഭൂമി കയ്യേറി. പ്രധാനം
അല്ലല്ല സർ 105 ഏക്കർ സർക്കാർ ഭൂമി കയ്യേറിയെന്ന പരാതിയിലാണ് ശാന്തൻപാറ പോലീസ് നെടുങ്കണ്ടം കോടതിയിൽ നൽകിയ FIR-ൽ താങ്കൾ അടക്കമുള്ളവർ പ്രതികളായിരിക്കുന്നത്. ശരിയല്ലേ?